കൊല്ലത്ത് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബഹളമുണ്ടാക്കിയ മാധ്യമപ്രവർത്തകർ ആരൊക്കെയാണ് ബഹളമുണ്ടാക്കിയത്? കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ കാണാം. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ മാധ്യമപ്രവർത്തകർ മോശമാണ് ചെയ്യുന്നത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കാൻ ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ, ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോൾ പ്രകടമായത്. ഇതേതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങളെല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി വിശദമായിട്ട് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുകയല്ലേ. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. എല്ലാവർക്കും ചോദ്യം ചോദിക്കാൻ ഒരു പത്രസമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരുമോ? അപ്പോൾ സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് തിരിച്ചുപോയ മുഖ്യമന്ത്രി വീണ്ടും വന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്, ബഹളത്തിന് മറുപടി പറയുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി വിശദമായി അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കേൾക്കാം. ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകരുമായിട്ട് ആദ്യമായിട്ട് സംവദിക്കുന്ന എല്ലാവരും തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് എല്ലാ ദിവസവും സംവദിക്കുന്ന രീതി വരുന്നുണ്ട്. അതിൽ സ്വീകരിക്കുന്ന നില നേരത്തെ നിങ്ങളെ കാണുമ്പോഴുള്ള അത്രയും സമയം ഈ ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ് 30 മിനിറ്റ് കയറി വന്നാൽ 40 മിനിറ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്ന നിലയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതിലാമുഖമായി കഴിയാവുന്നത്ര 15 മിനിറ്റ് കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ പോകും. ഇന്നലെ അത് കുറച്ച് നീണ്ടു തോന്നുന്നു. 25 മിനിറ്റ് വരെ ആയുമെന്ന് സംശയമുണ്ട്. എന്നാൽ സാധാരണ 15 മിനിറ്റ് 20 മിനിറ്റ്. ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തീരുമാനത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്നതാണ്. ആരാണ് ചോദിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയല്ല ഉത്തരം പറയാറ്. ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയാണ് എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായത് വിശദമായ 2-3 ചോദ്യം വന്നു. ചോദ്യം വളരെ വിശദമായി മറുപടി പറയേണ്ട തരത്തിലുള്ള 2-3 ചോദ്യം വന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴേക്ക് 40 കഴിഞ്ഞ് 45 പോവുകയാണ്. അപ്പോൾ 40 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്കിന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പോയി. കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആൾക്കാർ ബഹളത്തിന് തയ്യാറായിട്ട് വരുന്നൊരു മട്ട് കാണാനുണ്ടായിരുന്നു. 2-3 ആളുകൾ, പ്രത്യേകിച്ച് 1-2 ആൾ, വലിയ ബഹളം, വലിയ ശബ്ദം, എന്തോ മറുപടി പറഞ്ഞില്ല. പിന്നെ പ്രത്യേകം ചാനലിനും പത്രത്തിനുമൊക്കെ മറുപടി പറഞ്ഞുള്ളൂ, ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത സീൻ സൃഷ്ടിക്കുക. സാധാരണ ഞാൻ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊരു അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ, അവിടെ അവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു വന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ അങ്ങനെ ഉത്തരം പറയും?
എൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഇത് ചെറിയ കളിയല്ല, വലിയ ഗൂഢാലോചന ഇതിന് പിറകിൽ നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചാൽ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. മാധ്യമപ്രവർത്തകർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖഭാവം അത് പകർത്തിയെടുക്കാം, അത് ഉപയോഗപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണായുധമാക്കാം. ഇതാ ധാർഷ്ട്യക്കാരൻ, അഹങ്കാരി എന്ന ലേബൽ ഒന്നുകൂടി അടിച്ചേൽപ്പിക്കാം. ഇതൊക്കെയായിരുന്നു കനകോലുവിൻ്റെ കോൺഗ്രസിൻ്റെ പ്ലാൻ. പക്ഷേ വളരെ തന്ത്രപരമായി തന്നെ മുഖ്യമന്ത്രി അക്കാര്യം കൈകാര്യം ചെയ്യുകയും ചെയ്തു. നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് എന്നാണ് കേൾക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന്. അതിനുള്ള ശ്രമങ്ങൾ നേരത്തെയും നടന്നിരുന്നു. പക്ഷേ അതിന്റെ പൂർണ്ണരൂപം അരങ്ങേറിയത് കൊല്ലത്ത് വെച്ചായിരുന്നു എന്ന് മാത്രം. നേരത്തെ തന്നെ ഇത്തരം ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരും. അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ, വാർത്താ സമ്മേളനത്തിനിടയിൽ എന്തെങ്കിലും മോശമായ വാക്ക് പുറത്തു വരുമോ എന്നതാണ്. ജി സുധാകരനെ കുറിച്ച് ചെറ്റത്തരം എന്ന് പറഞ്ഞത് വലിയ വാർത്തയാക്കാൻ ശ്രമിച്ചിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ചിരുന്നു. അതേക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ വലിയ തോതിൽ ആ വാക്ക് ചർച്ചയാക്കി കൊണ്ടുവന്ന് അതിലൂടെ പരനാറി വരെ പൊക്കിക്കൊണ്ടുവരുവാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ വേണ്ടത്ര അത് ക്ലച്ച് പിടിച്ചില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നത്. അതും ഇപ്പോൾ പാളിപ്പോയി. മാധ്യമപ്രവർത്തകർ ആരൊക്കെയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കൃത്യം ഫോട്ടോ സഹിതം വെളിപ്പെട്ടു കഴിഞ്ഞു. അതുതന്നെയാണ് ഈ പരിപാടിയുടെ പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവും.